ഹായ്, ക്വസ്റ്റ്യൻ വെച്ചോക്കിയേ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിലെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. ഇവിടത്തെ ആംഗിൾ തന്നിട്ടുണ്ട്. അത് 26x എന്നാണ് വന്നേക്കണേ. ഇവിടുത്തെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 20x, 20x എന്നാണ് വന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദിക്കണേ. അപ്പോഴേ ഇവിടെ ഒരു സർക്കിളിന്റെ കോഡായിട്ട് ബന്ധപ്പെട്ട, അതായത് ചാപം ആർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ഉണ്ട്. കണക്ഷൻ എങ്ങനെയാണ്? ഇവിടെ 20x ആണെങ്കിൽ അതിന്റെ നേരെ മുകളില് എന്ന് വെച്ചാൽ സർക്കിളിന് വിട്ടേക്കണ ആംഗിള് എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും, 10x ആയിരിക്കും. 10x ഇവിടുത്തെ ആംഗിൾ 10x ആയിരിക്കും. ഇനി പി ക്യു ആർ എസ് എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. ഇതിങ്ങനെ എല്ലാ മൂലയും സർക്കിളുമേൽ മുട്ടിയിട്ടുണ്ട്, വൃത്തത്തിൽ മുട്ടിയിട്ടുണ്ട്. അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. അങ്ങനെയാണെങ്കിൽ ഈ 10x അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ 26x കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 360 അല്ല 180, 180 കിട്ടും. 180 കിട്ടും. അതായത് ഒരു ക്വാഡ്രിലേറ്റർ, സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ മൂലയും സർക്കിളിന്മേൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളോട് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. ഇനി ഇവിടെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും മുകളിൽ ഉണ്ടാക്കുക. അപ്പൊ ഇവിടെ 10x അല്ല 20x ആയിരുന്നു, മുകളിലപ്പോ 10x. ഈ 10x ഇവിടെയുള്ള 26x കൂടി കൂട്ടുമ്പോൾ 180 കിട്ടും. ഇനി ഇതിൽ നിന്ന് x കണ്ടുപിടിച്ചാൽ മതി. 36x ഈക്വൽ ടു 180, x ഈക്വൽ ടു 180/36 ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, സെറ്റ്.